നമസ്കാരം. ഇന്ത്യയിൽ കിയയുടെ രണ്ടാമത്തെ മാസ് മാർക്കറ്റ് വാഹനമായിട്ടുള്ള കിയ സിറോസ് EV ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2026 ജൂലൈ 30 മുതൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു വാഹനം ഇറങ്ങിയ സമയത്ത് തന്നെ ഇതിനൊരു ഡിസൈൻ ലാംഗ്വേജ് ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജിലാണ് ഈ ഒരു വാഹനം വന്നത്. കിയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളും ഈ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഭാവിയിൽ ഇത് ഇലക്ട്രിക്കിലേക്ക് പോകാനുള്ളൊരു വാഹനമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം 7 വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസും ഇതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അങ്ങനെയുള്ള വാഹനങ്ങളുമായിട്ട് ഈ ഒരു വാഹനത്തെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ പേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം 2 ബാറ്ററി പാക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 42 kWh ബാറ്ററി പാക്കും അതുമാത്രമല്ല 51.4 kWh ബാറ്ററി പാക്കും. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ബാറ്ററി പാക്ക് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ. നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ഈ ഒരു സെഗ്മെൻറ്റിലെ ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള നെക്സോൺ EV ആയിക്കോട്ടെ, അല്ലെങ്കിൽ മഹീന്ദ്രയുടെ XUV 3X ആയിക്കോട്ടെ, അതിൻ്റെ ഇലക്ട്രിക് ആയിക്കോട്ടെ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഹൈ പ്രൈസിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. 7 വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. HTK മുതൽ X-Line ER എന്ന് പറയുന്ന വേരിയൻറ്റ് വരെയാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ HTK പ്ലസ്, HTX, HTK പ്ലസ് ER, HTX ER, HTX പ്ലസ് ER, X-Line ER എന്നിങ്ങനെ 7 വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ആദ്യമേ തന്നെ ബാറ്ററി പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42 kWh ബാറ്ററി പാക്ക് അതിൽ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 443 കിലോമീറ്ററാണ്. എന്നാൽ 51.4 kWh ബാറ്ററി പാക്കിൽ ഇവർ ക്ലെയിം ചെയ്യുന്നത് 526 കിലോമീറ്ററാണ്. ഇത് ARAI's സർട്ടിഫൈഡ് റേഞ്ചാണ്. നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ പർപ്പസിനൊക്കെ ഈ ഒരു വാഹനം യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 50-60 കിലോമീറ്ററിനൊക്കെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം കിയുടെ വാഹനങ്ങളുടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, കിയുടെ വാഹനങ്ങളുടെ സർട്ടിഫൈഡ് റേഞ്ചും ആക്ച്വൽ റേഞ്ചും തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകാറില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് 13,50,000 മുതൽ 20 ലക്ഷം വരെയാണ്. എന്തായാലും ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. അത് ഈ ഒരു വാഹനം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ മിക്കവാറും എല്ലാ വാഹനങ്ങളും ബാറ്ററി ആസ് എ സർവീസിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അതെടുക്കുന്ന സമയത്ത് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് നിങ്ങൾ ആ ഒരു വാഹനം എടുക്കുമ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കുന്ന പണവും മൊത്തം എമൗണ്ട് അല്ലെങ്കിൽ ലോൺ ഇട്ടിട്ട് ഈ ഒരു വാഹനം എടുക്കുന്ന സമയത്തും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. എപ്പോഴും ഈ ബാറ്ററി ആസ് എ സർവീസ് അത്ര കണ്ട് അങ്ങോട്ട് ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 7,99,000 അതായത് 8 ലക്ഷം രൂപയാണ്. ഇനി ഓരോ കിലോമീറ്ററിനും അഡീഷണൽ ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് 3.3 രൂപയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ 2 ഓപ്ഷനിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂലൈ 30 മുതൽ ഈ ഒരു വാഹനം ഡെലിവറിക്കായിട്ട് തയ്യാറെടുക്കും എന്നുള്ളതാണ്. HTK എന്ന് പറയുന്നത് 13,50,000 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ബേസ് വേരിയൻറ്റ്. ഇനി HTK പ്ലസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയാണ്. HTXലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 16 ലക്ഷം രൂപയാണ്. HTK പ്ലസ് ER എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 17 ലക്ഷം രൂപയാണ്. HTX ERലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷം രൂപയാണ്. HTX പ്ലസ് ERലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 19.5 ലക്ഷം രൂപയാണ്. X-Line ER എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപയാണ്. ബാറ്ററി പാക്കിന് എന്തായാലും ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല 80% അഷ്വേർഡ് ബൈബാക്ക് പോളിസിയും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 3 വർഷം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഈ ഒരു വാഹനം വിൽക്കുമ്പോഴാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷേ NMC ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. 51.4 kWh വേർഷന് 171 bhpയും 255 Nm ടോർക്കും ഉണ്ട്. ഫ്രണ്ട് ആക്സിൽ മൗണ്ട് മോട്ടറാണ് വന്നിട്ടുള്ളത്. അതായത് പിൻവീൽ ഡ്രൈവ് അല്ല, റിയർ വീൽ ഡ്രൈവ് അല്ല. 42 kWh ബാറ്ററി പാക്കിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 135 bhp പവറും ടോർക്ക് സെയിം ആണ്, 255 Nm ടോർക്കുമാണ്. 0 നിന്നും 100 കിലോമീറ്റർ വരെ സ്പീഡ് എടുക്കാനായിട്ട് 8 സെക്കൻഡാണ്, 8.1 സെക്കൻഡാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അത് 51.4 kWh
ബാറ്ററി പാക്കുള്ള വേരിയൻ്റ് ആണ്. എക്സ്റ്റീരിയറിനെ കുറിച്ചും ഇൻറ്റീരിയറിനെ കുറിച്ചും നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ICE വേർഷനുമായിട്ട് യാതൊരുവിധ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. 17 ഇഞ്ചിൻ്റെ വീൽസ് വന്നിട്ടുണ്ട്. അത് എടുത്തു വേണ്ട ഒരു കാര്യം തന്നെയാണ്. 9 കളർ ഓപ്ഷൻസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇത്തരം ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വാറണ്ടി ഉള്ള അല്ലെങ്കിൽ സർവീസ് അവൈലബിൾ ആയിട്ടുള്ള മികച്ച റേഞ്ച് നൽകുന്ന വാഹനങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിൽ ടെക്നോളജി അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. മാരുതി സുസുക്കി ബ്രസ ഓൾറെഡി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഭാരത് NCAPൽ 5 സ്റ്റാർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അവിടെ ഇവിടെയൊക്കെ കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വാഹനം എടുക്കുമ്പോൾ നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് എടുക്കേണ്ട ഒരു സമയമാണ്. കാരണം മൈന്യൂട്ട് കോസ്മെറ്റിക് ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ട് GST 2.0 ബെനിഫിറ്റ് തീർച്ചയായിട്ടും അത് ഇല്ലാതാക്കാനായിട്ട് കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്. നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.